Good morning, all. Good morning, Miss. Okay. എല്ലാരും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് തോന്നുന്നത് അല്ലെ? കുറച്ച് പേര് മാത്രമേ ഉള്ളല്ലോ. കുറച്ച് ദിവസമായി നമ്മുടെ ക്ലാസ്സിലെ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് ഹോളിഡേ ആയിട്ടുണ്ടായിരുന്നില്ല. പണ്ടേലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് അല്ലെ? സോ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസസ് ചാപ്റ്റർ ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു 1 വീക്ക് ആയി നമ്മൾ നോക്കിയിട്ട്. വായിക്കുന്നുണ്ടോ നിങ്ങൾ ഡെയിലി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഡെയിലി നോക്കാം. കാരണം ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? നമുക്ക് നല്ല രീതിയിൽ എഫോർട്ട് എടുത്താൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നോക്കാം. അപ്പൊ നമ്മളെ ഹൗസ് കീപ്പിംഗില് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയെന്ന് പറയാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലില് കംഫോർട്ട് ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ഒരു അസുഖം പകുതി ഭേദമാക്കണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം, നല്ലൊരു ക്ലിനിക് ആയിട്ടുള്ള നല്ലൊരു സർവീസ് ആയിരിക്കണം നമ്മള് പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തായിരുന്നു? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഈസ് ഓൾസോ നോൺ ആസ്, ഓർമ്മയില്ല ആർക്കും? ഹൗസ് കീപ്പിംഗ് സർവീസസിന് പറയുന്ന മറ്റൊരു പേര് ഇപ്പൊ നിങ്ങള് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. എൻവയോൺമെന്റ് സർവീസസ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു 3 ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ടാസ്കുകള്. ദെൻ ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം അല്ലെ, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഹൈജീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ദെൻ കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് നോക്കി. ദെൻ നമ്മൾ ലൊക്കേഷൻസ് പറഞ്ഞായിരുന്നു. ദെൻ പ്രധാനമായിട്ടും ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൊക്കേഷൻ നോൺ പ്രൈം ഏരിയ അല്ലെ? പെട്ടെന്ന് തന്നെ എടുത്ത് കാണപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു ബാക്ക് സൈഡോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഫീൽഡിംഗ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഓർഗാനോഗ്രാം പറഞ്ഞു. അതിൽ 3 പറഞ്ഞത്. ഒന്ന് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, then assistant executive housekeeper and floor supervisor, then housekeeping employees. Okay, അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ആണോ? അത്രയും ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? Then next നമുക്ക് നോക്കാം ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സൗണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ? ഫെസിലിറ്റീസ് ആണ് പറയുന്നത്. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് അല്ലെ? അതായത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന ഹൗസ് കീപ്പിംഗിൽ വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. The following facilities and space are needed for housekeeping അല്ലെ? താഴെ പറയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന് ആവശ്യമായിട്ട് വരുന്നത്. നോക്കാം. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പേഴ്സ്. ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പേഴ്സ് എക്സിക്യൂട്ടീവിന് വേണ്ടുന്ന ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം, ചെറിയൊരു സ്പേസ്. ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഡേ ടു ഡേ ടാസ്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഡാറ്റ എൻട്രി ചെയ്യാനും അങ്ങനെയുള്ള ഡേ ടു ഡേ പ്രൊസീജിയേഴ്സിനായിട്ടുള്ള ഒരു ക്ലറിക്കൽ വർക്ക് നടത്തുന്നതിനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ഓഫീസ് ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിനും അതുപോലെ തന്നെ സൂപ്പർവൈസറിനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ആർ physically located in their concerned area of supervision for the personnel under the work അല്ലെ? അതായത് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് കാണാനും അവരെ സൂപ്പർവൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ തന്നെയായിട്ട് ഒരു സൂപ്പർവൈസറിനുള്ള ഒരു സ്പേസ് ഒരുക്കണം. അപ്പൊ അവര് എന്താണ് സ്റ്റാഫുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസർക്ക് കൃത്യമായിട്ട് നോക്കാനായിട്ട് സാധിക്കും. സോ അപ്പൊ അത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് സൂപ്പർവൈസറിന് ഉണ്ടാക്കുക. Then storage room for housekeeping equipments. Housekeeping equipments ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എക്യുപ്മെന്റ്സ് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കാം.
Then storage for housekeeping supplies. Supplies എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ? എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്? എന്തൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? ഹൗസ് കീപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ? നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള വസ്തുക്കൾ അല്ലെ? ഇപ്പൊ ഡിറ്റർജന്റുകളോ അല്ലെ? അല്ലെങ്കിൽ എന്തൊക്കെയാണ്? ലിക്വിഡ്സുകൾ വെക്കാം, ഡിറ്റർജൻസോ, ബ്ലീച്ചിങ് പൗഡർ, സാനിറ്റൈസർ, ബോക്സ് അല്ലെ? അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം. ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് എന്ന് വെച്ചാല് ആ ഹൗസ് കീപ്പിംഗ് വർക്ക് ചെയ്യുന്ന വൃത്തിയാക്കുന്ന ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലി നമ്മുടെ പേഴ്സണൽ ഹൗസ് കീപ്പിംഗ് പേഴ്സണലിനെയാണ് ജാനിറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർസ് throughout the hospital, equipped with floor, sinks and space and shelves for housekeeping, equipment, carts, buckets and supplies. അതായത് ഹൗസ് കീപ്പിംഗിലൂടെയുള്ള എല്ലാ ഫ്ലോർസിലും എന്താണ് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സുകൾ ഉണ്ടായിരിക്കണം. എല്ലാ ക്ലോസറ്റ്സ് എന്ന് വെച്ചാൽ അലമാരകൾ അല്ലെ? മീൻസ് ഹൗസ് കീപ്പിംഗിന്റെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വെക്കാനായിട്ടുള്ള ഷെൽഫ്സുകൾ പോലെ അലമാരകളൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് ഷെൽഫ്സുകൾ ഉണ്ടായിരിക്കണം. സിങ്ക്, ഓരോ ഫ്ലോറിലും വാഷ് ചെയ്യാനും പറ്റിയുള്ള സിങ്ക് വേണം. എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ളത്. കാർട്ട് എന്ന് വെച്ചറിയാലോ, നമ്മള് പഠിച്ചിട്ടുണ്ട്. എക്യുപ്മെന്റ്സിൽ ക്രാഷ് കാർട്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? എക്യുപ്മെന്റ്സ് കൊണ്ടോണം കാർട്ട് ഉണ്ടാകും, മെഡിസിൻസ് കൊണ്ടോണം കാർട്ടുകൾ അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഹൗസ് കീപ്പിംഗിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന കാർട്ട് വേണം. ബക്കറ്റ്സ്, മറ്റ് സപ്ലൈസ് ഒക്കെ എല്ലാ ഫ്ലോറിലും ആവശ്യമാണ്. As a part of daily routine, supplies for daily use on the floors or department should be delivered to their closets directly. അതുപോലെ തന്നെ ഡെയിലി ഓരോ ദിവസത്തിലും ആവശ്യമായിട്ടുള്ള എന്താണ് സപ്ലൈസുകൾ നമ്മൾ പറഞ്ഞല്ലോ, ലിക്വിഡ് ആവാം അല്ലെങ്കിൽ സാനിറ്റൈസറോ, അത് ഓരോ ഫ്ലോറിലും ലഭ്യമായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു സ്പേസ് ആൻഡ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ഹൗസ് കീപ്പിംഗിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ആൻഡ് ഫെസിലിറ്റീസ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. കുറേയൊക്കെ നമുക്കറിയാലോ, ബോക്സ് വേണം, എക്യുപ്മെന്റ്സിനുള്ള സൗകര്യങ്ങൾ വേണം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വായിക്കാം. ഇതിനകത്ത് നമുക്ക് ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് എന്തൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗിന് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടുന്ന സൗകര്യങ്ങള് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്, ഓരോ പോയിന്റും ജസ്റ്റ് ഒന്ന് അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചില്ലേ നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോ? എന്തൊക്കെയാണോ എക്സാമ്പിൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. അപ്പോ ഡിറ്റർജന്റ്, സാനിറ്റൈസർ, ലിക്വിഡ്, ബ്ലീച്ചിങ് പൗഡർ, അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ബ്രാക്കറ്റിലൂടെ എഴുതി വെച്ചോളൂ കേട്ടോ, ഡൗട്ട് ഉള്ളവര് ഇനി എഴുതി വെച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയോ? സപ്ലൈസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും സപ്ലൈസും സെയിം അല്ല കേട്ടോ. എക്യുപ്മെന്റ്സിലാണ് നമുക്ക് നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ബോക്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബോക്സ്, അല്ലെങ്കിൽ ഫ്ലോർ മീൻസ്
ഫ്ലോർ മെഷീൻസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇപ്പൊ വാക്യൂം ക്ലീനർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് എക്യുപ്മെന്റിൽ ഉൾപ്പെടാം. സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഓക്കെ ഡിറ്റർജന്റ് ലിക്വിഡ് സാനിറ്റൈസർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് സപ്ലൈസ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ മോപ്പ് അങ്ങനെയുള്ള നമ്മൾ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വാക്യൂം ക്ലീനർ ഒക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മോപ്സ് അതൊക്കെയാണ് എക്യുപ്മെന്റിൽ വരുന്നത്. ഈ രണ്ടും സപ്ലൈന്റെ വ്യത്യാസമുണ്ട് കേട്ടോ എക്യുപ്മെന്റും സപ്ലൈസ്. Okay, complete ചെയ്ത എല്ലാവരും ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം the department is accountable for various tasks. അല്ലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ടാസ്കുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. The following are some of the functions. താഴെ പറയുന്നവയാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഡെയിലി ക്ലീനിങ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ അവർ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരെപ്പോഴും ക്ലീനിങ് സ്റ്റാഫുകൾ വന്നിട്ട് ഫ്ലോർ ഒക്കെ നിറക്കുന്നതൊക്കെ കാണാറുണ്ട് ഇല്ലേ, കാണാറില്ലേ? മിക്കപ്പോഴും ഡെയിലി ക്ലീനിങ് ചെയ്യുന്നു. നോക്കാം, ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് മോപ്പിംഗ് ഫ്ലോർസ് അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ ഫ്ലോറുകൾ കഴുകി തുടച്ച് വൃത്തിയാക്കുക. ഡസ്റ്റിംഗ് ഫർണിച്ചർ, ക്ലീനിങ് ഫിക്സ്ചർ വാൾസ്, സീലിംഗ് വിൻഡോസ് ആൻഡ് ബാത്റൂംസ്. There's engine brush and defrosting refrigerators in a nursing station. അതായത് എന്തൊക്കെയാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്? തറ തുടയ്ക്കുക, അടിച്ചു വൃത്തിയാക്കുക, മോപ്പൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുക, പൊടികളൊക്കെ നമ്മൾ തൂത്തുവാരുക. എന്താണ് ഫർണിച്ചേഴ്സ് ക്ലീനിങ് ഫിക്സ്ചർ. ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഫർണിച്ചറും ചെയറുകളും അതെല്ലാം എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുക. സീലിംഗ് ഒക്കെ വൃത്തിയാക്കുക. ഫിക്സ് നമ്മൾ മാറാലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തൂത്ത് വൃത്തിയാക്കുക. വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ ബാത്റൂം ക്ലീനിങ് ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് ആണ്. എംപ്റ്റി ട്രാഷ് മീൻസ് ചവറ്റുകുട്ടകളൊക്കെ ക്ലീൻ ചെയ്യുക. നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുക. ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് നഴ്സിംഗ് സ്റ്റേഷൻ. പിന്നെ നഴ്സിംഗ് സ്റ്റേഷനിലും മറ്റും എന്താണ് ഡിഫ്രോസ്റ്റിംഗ് ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഇപ്പൊ നമുക്കറിയാം ലബോറട്ടറിയിലും അതുപോലെ തന്നെ ഫാർമസിയിലൊക്കെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടാകും. സോ അതിൽ ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫ്രിഡ്ജൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഡെയിലി ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പീരിയോഡിക് ക്ലീനിങ് അല്ലെ. പീരിയോഡിക് ക്ലീനിങ് ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ആയിട്ട് നമുക്ക് എന്താ പറയാ താരതമ്യപ്പെടുത്താം അല്ലെ. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ടോ? ഡെയിലി ക്ലീൻ ചെയ്യാറില്ലേ? അത്യാവശ്യം ഡെയിലി നമ്മള് മീൻസ് വരെ തുടച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഡെയിലി അടിക്കാറുണ്ട് ഇല്ലേ, അടിച്ചു വൃത്തിയാക്കാറുണ്ട്. പീരിയോഡിക് ക്ലീനിങ്. ഇനി പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ വീക്ക്ലി ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ്ങുകൾ. അപ്പൊ കുറച്ചും കൂടി വീക്ക്ലി ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ചെയ്യാറുണ്ട് ഇല്ലേ. കുറച്ചും കൂടി ഡീപ്പാണ്. നമ്മൾ ഡെയിലി പഠിക്കുന്ന പോലെയല്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം സൺഡേ ഒക്കെ ആയിരിക്കും ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. സൺഡേ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അതിനിടയിൽ ഹോളിഡേസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യും. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് ഡീപ്പ് ക്ലീനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്? ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല. ഡീപ്പ് ക്ലീനിങ് വരെയൊക്കെ ഒന്ന് തുടയ്ക്കും. വിൻഡോസ് കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഫുള്ള് കവറുകളൊക്കെ സെറ്റി കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റും. കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യും. ഷെൽഫിലെ പാത്രങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യും. ടോയ്ലറ്റ്സുകൾ അല്ലെ, വീട്ടിലെല്ലാ ടോയ്ലറ്റ്സുകളൊക്കെ ക്ലീൻ ചെയ്യും അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇതൊക്കെയാണ് അവർ പീരിയോഡിക്കലി ചെയ്യുന്നത്. നോക്കാം, ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്. വിൻഡോസ് ഒക്കെ നല്ല രീതിയിൽ ഡീപ് ക്ലീൻ ചെയ്യും. വാക്സിംഗ് ഫ്ലോർസ്. വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്യാന്ന് പറയില്ലേ. മറ്റേത് നമ്മൾ ജസ്റ്റ് തുടക്കണല്ലേ. നല്ല രീതിയിൽ അടിച്ച് വൃത്തിയാക്കാനൊക്കെ പറയില്ലേ. അടിച്ച് നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീനിങ് കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഒന്ന് കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വെക്കുക. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രാപ്പറീസ്. ഡ്രാപ്പറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണികൾ അല്ലെ. അതായത് സീലിംഗ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി ചേഞ്ചിങ് ഡ്രാപ്പറീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ബെഡ്ഷീറ്റുകളാണെങ്കിലും ടേബിൾ ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കുന്ന ടവൽ ഷീറ്റുകളും അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറ്റി
ചേഞ്ച് ആക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മളുടെ സെറ്റ് കവർ കർട്ടനൊക്കെ ചേഞ്ച് ചെയ്യില്ല, അതുപോലെ തന്നെ ഇവിടെയും ഹോസ്പിറ്റലിലെ കർട്ടൻസ് ഒക്കെ ക്ലീൻ ചെയ്യുക, അത് ചെയ്ത് മാറ്റുക, ടേബിൾ കവറും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് ഹൗസ് കീപ്പിംഗില് ഹോസ്പിറ്റലിലെ പീരിയോഡിക് ക്ലീനിങ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലെ പീരിയോഡിക് ക്ലീനിങ് ചെയ്യുന്നത് പോലെ. ഓക്കെ, മൂന്നാമത്തതായിട്ട് പറയുന്നത് ക്ലീനിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് മീൻസ് ചവറുകളും ഗാർബേജ് റിമൂവൽ മാലിന്യങ്ങളൊക്കെ റിമൂവൽ ചെയ്യുന്നത്. This include collecting trash and garbage from various points within the hospital and moving them to incineration dumpster. അല്ലെ, അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളിൽ നിന്നും, ഹോസ്പിറ്റലിൽ നമുക്കറിയാലോ വാർഡിലും റൂമിലും മറ്റെല്ലാ ഏരിയകളിലും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടാകും അല്ലേ. സോ ഈ എല്ലാ ഏരിയകളിൽ നിന്നും വേസ്റ്റ് ബിൻ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഇൻസിനറേഷൻ ചേമ്പറിലേക്ക് കൊണ്ടുവരുന്നതാണ്. കത്തിക്കുന്ന ഇൻസിനറേഷൻ ചേമ്പറിൽ കൊണ്ടുവരുന്നു. എ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബ്ബിഷ്. അതായത് എന്താണ് റബ്ബിഷ് എന്ന് വെച്ചാൽ ഈ ചപ്പു ചവറുകളൊക്കെ ഉണ്ടല്ലോ, ഈ ചപ്പു ചവറുകൾ കൊണ്ടുവരുന്നതാണ്, ഒരുമിച്ച് കത്തിക്കാനായിട്ട് ഇൻസിനറേഷൻ ചേമ്പറിൽ കൊണ്ടുവരുന്നത്. ഡിസ്ചാർജ് ക്ലീനിങ് നാലാമതായിട്ട് പറയുന്നത് ഡിസ്ചാർജ് ക്ലീനിങ്. This include cleaning the patient room after discharge, transfer of a patient and making it ready for another patient. അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കിടന്ന് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഓക്കെ ആയി, നമ്മളുടെ മെഡിസിൻസ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, അപ്പൊ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് ആ പേഷ്യന്റ് പോകുമ്പോൾ അവര് ക്ലീനിങ് സ്റ്റാഫുകൾ വന്നിട്ട് ആ റൂം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. ബെഡ്ഷീറ്റ് ഒക്കെ അത് ചേഞ്ച് ആക്കും, പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അത്യാവശ്യം നല്ല എന്താണ് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച്, ഡെറ്റോളോ മറ്റു ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിച്ച് റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കും. കാരണം നെക്സ്റ്റ് പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ റൂം റെഡിയാക്കി വെക്കും ഇല്ലേ. അങ്ങനെയല്ലേ നോർമലി. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കിടന്ന് അതേ സെയിം ബെഡിലും പില്ലോ കവറിലൊക്കെ തന്നെയാണോ അടുത്ത ആളെ വരുന്നത് കിടത്തുന്നത്? ഇങ്ങനെയാണോ? അപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞോ അല്ലെങ്കിൽ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴോ ആ പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കള് അവര് ചേഞ്ച് ചെയ്തിട്ട് അവിടെ എല്ലാം ബാത്റൂമും അതുപോലെ തന്നെ റൂംസും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പുതിയ തുണികളൊക്കെ വിരിച്ചിട്ടാണ് നെക്സ്റ്റ് പേഷ്യന്റിനെ നമ്മൾ കിടത്തുന്നത്. ഓക്കെ, ഇതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പറയുന്ന ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെറ്റ്സ്. എന്താണ് പറയുന്നത്? എക്സ്റ്റെർമിനേഷൻ മീൻസ് ഉന്മൂലനം ചെയ്യുക. അതായത് ഇപ്പൊ കീടങ്ങളും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക അല്ലെ. അത് പല രീതിയിൽ ഇപ്പൊ കൊതുകൊക്കെ ഉണ്ടാവും. ചില ഹോസ്പിറ്റലുകളൊക്കെ അറിയാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്നവർക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ കൊതുകളിൽ വരാതെ ഉറങ്ങാനേ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഇല്ലേ, ഉണ്ടാവും. ഭയങ്കര കൊതുകിന്റെ ശരീരങ്ങളൊക്കെ ആയിരിക്കാം അല്ലെ. സോ അപ്പൊ അതിനായിട്ടുള്ള കീടനാശിനി കീടങ്ങളെയും ചെറുപ്രാണികളെയൊക്കെ നശിപ്പിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലൊക്കെ ഇടയ്ക്ക് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും വിൻഡോയില്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും, കൊതുകുകളൊന്നും കയറാതിരിക്കാൻ, മറ്റു പ്രാണികളൊന്നും വരാതിരിക്കാൻ നെറ്റ് അടിച്ചിട്ടുണ്ടാവും വിൻഡോയില്. ഇപ്പൊ നമ്മളുടെ വീട്ടിലായാലും നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറച്ചും കൂടി സേഫ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. Then preventing spread of infection and ensuring conditions for good patient care. നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് നമുക്ക് പരമാവധി പ്രിവെന്റ് ചെയ്യാൻ തടയുകയാണ്. ഇൻഫെക്ഷൻ ഒന്നും പേഷ്യൻസിലോട്ട് വരാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുക. അതായത് എപ്പോഴും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലീൻ ആയിരിക്കണം. ദെൻ നല്ലൊരു പേഷ്യന്റ് കെയർ പേഷ്യൻസിന് കൊടുക്കുക. ലാസ്റ്റ് വൺ പറയുന്നത് വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇനി ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാട്ടറിങ് ഒക്കെ ചെയ്യുക. അതൊക്കെ ഈ ക്ലീനിങ് സെക്ഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്, എക്സ്റ്റെർമിനേഷൻ ബഗ്സ് ആൻഡ് പെറ്റ്സ്, then preventing spread of infection. Last one പറഞ്ഞത് watering indoor plants. ഓക്കെയാണോ? ഫങ്ഷൻസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഏകദേശം നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ആയിട്ടൊക്കെ കുറച്ച് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം അല്ലെ. ഓക്കെയാണോ ബാക്കി എല്ലാവരും? യെസ്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കുക, ഓരോ പോയിന്റ്സ് അർത്ഥം മനസ്സിലാക്കി വായിക്കാം.
ട്രാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവറ്റുകുട്ട മീൻസ് നമ്മള് വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയില്ലേ, ചവറ്റുകുട്ട വേസ്റ്റുകള്, ഗ്യാർബേജ് ആണ് മാലിന്യങ്ങള്. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഫങ്ഷൻസ് നോക്കിയാണോ വായിച്ചിട്ട്? ഡൗട്ട്സ് എന്തെങ്കിലും? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ രണ്ട് ടൈപ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇൻ ഹൗസ് സർവീസസ്, സെക്കൻഡ് വൺ ഔട്ട്സോഴ്സിംഗ് സർവീസസ് അല്ലെ. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്. ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ ഹൗസ്, ഇൻ എന്ന് വെച്ചാൽ എന്താ? ഉള്ളില് അല്ലെ. അപ്പൊ നിലവിലെ ഹോസ്പിറ്റലിലുള്ള സർവീസസ് ആണ് ഇൻ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല്. അപ്പോ അവിടെ ഹോസ്പിറ്റലിൽ നിലവിലുള്ള സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്സോഴ്സിംഗ് പുറത്ത് നമ്മൾ ലോണ്ടറി സർവീസസിൽ പഠിച്ചില്ലേ? ഔട്ട്സോഴ്സ് പുറമേയുള്ള അല്ലെങ്കിൽ വർക്ക് നമ്മൾ ലോണ്ടറിക്കാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ പഠിച്ചത്? ലോണ്ടറിയില്. ഓക്കെ. അപ്പോ ഇവിടെയും ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കരാർ പണിക്കാർക്ക് നമ്മുടെ ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതൊരു ടേബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇത് ഇൻ ഹൗസ് സർവീസസിനെയും ഔട്ട്സോഴ്സ് സർവീസസിനെയും കുറച്ച് എലമെന്റ്സ് വെച്ച് കമ്പയർ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്ത് തന്നെ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. അപ്പോ എലമെന്റ്സ് ഉണ്ട്, അതിൽ ഇൻ ഹൗസിൽ എങ്ങനെയാ വരുന്നത്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണ്. അപ്പൊ നമുക്കിത് കമ്പയർ ചെയ്ത് തന്നെ പറഞ്ഞു പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. കമ്പയർ ഓരോ പോയിന്റ്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ എലമെന്റ്സിൽ പറയുന്നത് നമ്പർ ആണ്. ഇൻ ഹൗസിലാണെങ്കിൽ ഫിക്സ്ഡ് ആസ്തർ ഓതറൈസേഷൻ അല്ലെ. അതായത് ഓതറൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള എന്താണ് ഒരു ഫിക്സ്ഡ് അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഒരു അനുമതി. അതായത് ആ ഹോസ്പിറ്റലിൽ ഇത്ര സ്റ്റാഫിംഗ് ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് പേഴ്സൺ ആണ്, അവര് സ്ഥിരം അവിടുത്തെ പെർമനന്റ് ക്ലിനിക് സ്റ്റാഫുകളായിരിക്കാം. സോ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എണ്ണമാണുള്ളത് ഇൻ ഹൗസിൽ. ഔട്ട്സോഴ്സിലാണെങ്കിലോ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് ഫിക്സ്ഡ് ആവണമെന്നില്ലാണ്. ചിലപ്പോ കുറെ പേരെ കൊണ്ടുവരും, ഒരു 15 തൊഴിലാളികൾ ഉണ്ടാകും. ചിലപ്പോ വർക്ക് അവിടെ കൂടുതലാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു എക്സ്ട്രാ 5 പേരെ കൂടിയൊക്കെ ആഡ് ചെയ്യുന്നു. ഒരു ഫിക്സ്ഡ് അല്ലാതെ ഇൻ ഹൗസ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഇത്രയും ഒരു ഫിക്സ്ഡ് സ്റ്റാഫ് ഉണ്ട്. സോ ആ ഒരു ഇത്രയും ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് കൺട്രോൾ. എങ്ങനെയാണ് കൺട്രോൾ? ഇൻ ഹൗസിലാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിന്റെ ഡയറക്റ്റ് കൺട്രോൾ, ഹോസ്പിറ്റൽ മാനേജറും ഡയറക്ടറിനേക്കും നേരിട്ടുള്ള ഒരു കൺട്രോൾസ് ഉണ്ടാവും അവർക്ക്.
പക്ഷെ ഔട്ട്സോഴ്സിലാണെങ്കിലോ ത്രൂ കോൺട്രാക്ടർ. ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ വരുന്ന സ്റ്റാഫുകളാണ്. ഈ കോൺട്രാക്ടറാണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്, അല്ലെ? ഈ ഒരു വർക്കിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. സോ ആ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോൺട്രാക്ടർ ആയിരിക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഡിസിപ്ലിനില് ഇൻ ഹൗസിൽ പറയുന്നത് ലോങ് ഡ്രൗൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, അല്ലേ? അതായത് എന്താണ് പറയുന്നത്? ഒരു നീണ്ട ഭരണ പ്രക്രിയ ആയിരിക്കും ലോങ് ഡ്രൗൺ. അതായത് ഹോസ്പിറ്റലിൽ നമുക്കറിയാലോ എല്ലാത്തിനും കുറച്ച് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, അല്ലെ? ഒരു നീണ്ട ഭരണ പ്രക്രിയ ആയിരിക്കും. അവരെ കൈകാര്യം ചെയ്യാനായിട്ട് സൂപ്പർവൈസർ ഉണ്ടാകും, അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഉണ്ടാകും, അങ്ങനെ ഓരോരോ പ്രൊസീജിയേഴ്സ് പ്രോസസ് ഉണ്ടാകും. പക്ഷേ ഔട്ട്സോഴ്സിംഗ് സർവീസസിലാണെങ്കിലോ റെസ്പോൺസിബിലിറ്റി ഓൺലി കോൺട്രാക്ടർക്ക് മാത്രമാണ്. അയാളുടെ കീഴിൽ അയാളെ കൊണ്ടുവന്നിരിക്കുന്ന തൊഴിലാളികളാണ്. സോ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആർക്കുള്ളതാണ്? കോൺട്രാക്ടർക്കുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് 3 എലമെന്റ്സ് ക്ലിയർ ആണോ? നമ്പർ, കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെയാണോ ആദ്യത്തെ 3 സെറ്റ്? അടുത്ത 3 നോക്കാം. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. എങ്ങനെയാണ് ജീവനക്കാരുടെ കണ്ടിന്യൂറ്റി? ഇൻ ഹൗസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. അതായത് അഷ്യൂർ മീൻസ് ഉറപ്പ് നൽകുന്നത് സേവന നിലവാരം കൂടുതൽ കുറച്ചും കൂടി സേഫ് ആണെന്ന്. അതായത് സ്റ്റാഫുകളുടെ പെർമനന്റ് ആയിരിക്കുന്നത്. ഔട്ട്സോഴ്സിംഗിലാകുമ്പോൾ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസസ് ക്യാൻ വേരി. ജീവനക്കാർക്ക് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാഫുകൾ ചേഞ്ച് ആക്കാം. കോൺട്രാക്ട് ബേസിസിലാണല്ലോ. ചിലപ്പോൾ ഒരു 10 മാസത്തെ ഒരു കോൺട്രാക്റ്റിൽ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും. ആ 10 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത വേറെ ടീമായിരിക്കും അടുത്ത 10 മാസത്തെ കോൺട്രാക്റ്റിൽ വരുന്നത്. സെയിം ആവണമെന്നില്ല, ഒരു തുടർച്ചയില്ല. എല്ലാവരും ഇപ്പോഴും ഒരേ മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല. അവിടെ ജീവനക്കാർ എന്താണ് മാറിക്കൊണ്ടിരിക്കാം. അതിനാൽ തന്നെ ആ ഒരു സേവനത്തിന്റെ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടിരിക്കാവുന്നത്. പക്ഷെ ഹൗസിലാകുമ്പോൾ സ്റ്റാഫുകൾ മാറുന്നില്ല, അതുപോലെ തന്നെ സ്റ്റേബിൾ ആണ് അവിടുത്തെ സേവനം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേബിൾ ആണ്. പക്ഷെ ഇൻ ഹൗസിലാകുമ്പോൾ സ്ഥിരം ഒരു തൊഴിലാളികളാവണമെന്നില്ല. അവരുടെ കോൺട്രാക്ട് ബേസ് കഴിയുമ്പോൾ അടുത്ത കോൺട്രാക്റ്റിൽ വരുന്നത് വേറെ സ്റ്റാഫുകളായിരിക്കും. സോ സ്റ്റാൻഡേർഡും അവിടുത്തെ വേരി ചെയ്തു, മാറിക്കൊണ്ടിരിക്കുന്നു. ലീവ് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇനി അവരുടെ ലീവ് അവൈലബിലിറ്റി എങ്ങനെയായിരിക്കുന്നത്? ഹോസ്പിറ്റലിലാണെങ്കിലോ നോ ലീവ് റിലീഫ്, അല്ലെ? ഹോസ്പിറ്റലില് ലീവ് റിലീഫ് ഒന്നും ഇല്ല. ചിലപ്പോ ഒരു മാസത്തില് ഒരു ലീവ്, അല്ലെങ്കിൽ ഒരു മാസത്തില് മാക്സിമം 2 ലീവ്, അങ്ങനെയൊക്കെ ആയിരിക്കും അനുവദിച്ചിരുന്നത് ഈ ഹോസ്പിറ്റലിലുള്ള പെർമനന്റ് സ്റ്റാഫുകൾക്ക്. പക്ഷെ ഔട്ട്സോഴ്സിലാണെങ്കിൽ കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ ദ TORS, ടേംസ് ഓഫ് റെഫറൻസ്. ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് ചിലപ്പോൾ കോൺട്രാക്ടർ അവർക്ക് അവധിയൊക്കെ ഇളവ് നൽകും. ഇപ്പൊ വേണ്ടി എന്തെങ്കിലും മറിച്ചിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ സ്ഥിര നിയമനമൊന്നുമല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ടേംസ് ഓഫ് റെഫറൻസ് ഇത്ര മീൻസ് കോൺട്രാക്ട് ഇത്ര മന്തില് ചിലായിരിക്കും എടുത്തിരിക്കുന്നത്. സോ അവർക്ക് അത്യാവശ്യം വേണമെങ്കിൽ ലീവ് ഒക്കെ എടുക്കാം. അതിൽ വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ വിവരണം എങ്ങനെയാണത്? ആസ് ലെയ്ഡ് ഔട്ട് ബൈ അതോറിറ്റീസ്, അല്ലെ? അധികാരികള്, അതായത് ഹോസ്പിറ്റലിലെ അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമാണ് അവര് വർക്ക് ചെയ്യുന്നത്. ഔട്ട്സോഴ്സിലാവുമ്പോൾ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ടർ. കോൺട്രാക്ട് പറയുന്ന കീഴില് എങ്ങനെയാണോ കോൺട്രാക്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ചിലപ്പോൾ 10 month ആയിരിക്കും ജോബ്, അല്ലെ? സോ അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ജോലി. എൻഷുറിംഗ് ക്വാളിറ്റി. എങ്ങനെയാണ് ക്വാളിറ്റി ഇത്? at times difficult to maintain, അല്ലെ? ചിലപ്പോൾ ക്വാളിറ്റി നമുക്ക് പരിപാലിക്കാനുള്ള നിലവാരത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇൻസോഴ്സിലാകുമ്പോൾ. പക്ഷെ ഔട്ട്സോഴ്സിലാണെങ്കിൽ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻവോൾവ് ദ പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസസ്, അല്ലെ? അതായത് നല്ല വ്യക്തമായിട്ട് അവര് ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കും. നമ്മളൊരു കരാർ കൊടുക്കുകയാണ്, 10 മാസത്തെ വർക്ക് ഞങ്ങൾ ഇങ്ങനെ കോൺട്രാക്ട് കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. സോ അവര് ഡെലിവർ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് ദ ഇക്വലന്റ് പെനാൽറ്റീസ്. അതായത് നമ്മളൊരു കോൺട്രാക്ട് കരാറിൽ എഴുതുമ്പോൾ ഞങ്ങൾ ഇത്ര വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ വർക്ക് നമ്മൾ കംപ്ലീറ്റ് തീർത്ത് തരാന്നുള്ള രീതിയിലാണ് അവർക്ക് കരാർ ചെയ്യുന്നത്. സോ അത് ഇനി കരാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെൽഡ് ഔട്ട്
ഇൻബിൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻബിൾട്ട് എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്, അവരുടെ പുവർ പെർഫോമൻസിനുള്ള പെനാൽറ്റീസും കൊടുക്കാമെന്ന് ഒരു കരാറിൽ എഴുതിയിട്ടുണ്ടാകും. സോ ഡെലിവർ ചെയ്യുന്നത് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും അവർ ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ബാക്കി 4 പോയിന്റ്സ് എലമെന്റ്സ് കമ്പയർ ചെയ്തപ്പോൾ ഓക്കെ ആണോ? ജസ്റ്റ് ഓരോ എലമെന്റ്സ് കൊടുക്കുക. ഈ ഓരോ എലമെന്റ്സിലും ഇൻ ഹൗസിൽ എന്തൊക്കെയാ വരുന്നത്, ഔട്ട്സോഴ്സിൽ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം ഒരു പ്രാവശ്യം കേട്ടോ. ഓരോ പോയിന്റ് എടുത്ത് വായിക്കണേ, ഒറ്റയടിക്ക് വായിക്കരുതും. ഞാൻ എങ്ങനെയാണോ വായിച്ചത് അതുപോലെ തന്നെ വായിക്കാം. നമ്പർ ഇൻ ഹൗസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. കൺട്രോൾ ചെയ്യുന്നത് ഇൻ ഹൗസിലെ ഡയറക്ടർ ആണ്, അവിടെ കോൺട്രാക്ടർ ആയിരിക്കും. ഡിസിപ്ലിൻ എങ്ങനെയാണ്, കോൺട്രാക്ടർക്കാണ് ഔട്ട്സോഴ്സിൽ, അതുപോലെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ എലമെന്റ്സ് എടുത്തുകൊണ്ട് അതിന് രണ്ടിലും ഇൻ ഹൗസിലും ഔട്ട്സോഴ്സിലും കമ്പയർ ചെയ്യുക. സ്പെൽറ്റ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഞങ്ങൾ ഇത്ര ദിവസങ്ങളിൽ വർക്ക് തീർത്ത് തരാം എന്നുള്ള ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ടാകുന്നത്. ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ സ്പെൽറ്റ് ഔട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പയർ ചെയ്ത് വായിക്കണം കേട്ടോ എല്ലാ പോയിന്റ്സും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ടേബിള് ഓക്കെ കമ്പയർ ചെയ്ത് വായിച്ചോ? ക്ലിയർ ആണ് എല്ലാവർക്കും കമ്പയർ ചെയ്തപ്പോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഓക്കെ, നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കംസ്, ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ആണ്. സോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, എക്സാമ്പിൾ ചോദിക്കാം. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് അല്ലെ? എന്തൊക്കെയായിരിക്കും ഔട്ട്കംസ്?
നമ്മൾ ടെക്സ്റ്റിൽ നോക്കണ്ട, അല്ലാതെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഹോസ്പിറ്റലില് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ഒക്കെ ആണ് അല്ലെ, നല്ലൊരു ക്ലീനിങ്ങും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ടെക്സ്റ്റിൽ നോക്കണ്ട, നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഹൈജീൻ ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻസ് കുറവായിരിക്കും. വേറെ എന്തൊക്കെയാണ്? എല്ലാവരും പറയാ കേട്ടോ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നീറ്റ് ആയിരിക്കും. വേറെ എന്തൊക്കെയാണ്? നിങ്ങൾ എക്സാക്ട് പോയിന്റ് പറയണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് ഇത്രയൊക്കെ പഠിച്ചില്ലേ? അപ്പോ നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് എൻവയോൺമെന്റ്. ഓക്കെ, പേഷ്യൻസ് കംഫോർട്ടബിൾ ആയിരിക്കും. വേറെ എന്തൊക്കെയാണ്? എല്ലാവരും പറയാം കേട്ടോ. കാരണം അങ്ങനെ നിങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഞാൻ ഇവിടെ ആരുടെ പേര് എടുത്ത് പറയാറില്ല അല്ലെ. എന്റെ പേര് ഞാൻ പറയാറുണ്ടോ? തെറ്റിപ്പോയി, ഇയാൾ പറഞ്ഞ തെറ്റിപ്പോയി എന്നൊക്കെ ഒന്നും പറയാറില്ല അല്ലെ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. പേഷ്യന്റ് ഇൻക്രീസ് ചെയ്യും, കംപ്ലൈൻസുകൾ കുറവായിരിക്കും. ഓക്കെ, എല്ലാം പറയുന്നത് ഒക്കെയാണ്. ഒരാൾ പറയുന്നത് പോലെ തെറ്റുകളൊന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ പഠിച്ചു, അറിയാത്തൊരു കാര്യമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഗുഡ് ക്ലീനിങ്. ഓക്കെ, റെപ്യൂട്ടേഷൻ ഉണ്ടാകും അല്ലെ, ഹോസ്പിറ്റലിന് നല്ലൊരു പ്രശസ്തിയൊക്കെ ഉണ്ടാകും. ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾ അതിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റില് നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് നോക്കാം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, എല്ലാവരും തന്നെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. കട്ടെയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. കട്ടെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറയ്ക്കാം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റെഡ്യൂസ് എന്നുള്ളൊരു മീനിങ്. ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കാം, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മളെ ഭാവി അസുഖം അവിടെ തന്നെ മാറും അല്ലെ. നല്ലൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മളുടെ അസുഖം അവിടെ തന്നെ നമുക്ക് പരമാവധി കുറയും. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, അതായത് മെഡിക്കൽ ചിലവിൽ കുറവ് വരുന്നത്. നമ്മൾ അധിക ദിവസം സ്റ്റേ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര ചാർജ് വരുന്നത്. സോ റിഡക്ഷൻ, മെഡിക്കൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാമെന്ന്. പേഷ്യന്റ് സഫറിങ്, പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ, സഫറിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാവുന്നത് അല്ലെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ തന്നെ പേഷ്യന്റ് പ്ലസന്റ് ആയി, നല്ലൊരു പ്ലസന്റ് മൈൻഡ് ആകുമ്പോൾ തന്നെ നോർമലി അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ സാധിക്കുന്നു. ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻസ്, പബ്ലിക് റിലേഷൻസിന് നമുക്ക് തീവ്രമാക്കാം, കുറച്ചും കൂടി ഇന്റൻസിറ്റീസ് ആക്കാം. നമുക്ക് പബ്ലിക് റിലേഷൻ നല്ല തീവ്രമായിട്ടുള്ള രീതിയിൽ ആക്കാൻ സാധിക്കുന്നു. ഇൻക്രീസ് എൻഹാൻസസ്, എൻഹാൻസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോപ്പുലാരിറ്റി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. എൻഹാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, റെപ്യൂട്ടേഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാവുന്ന ആ ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, കൂടുതൽ പേഷ്യൻസുകൾ വരുന്നു. നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഫാമിലിന്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. നമ്മള് മോണിറ്ററിംഗിൽ പഠിച്ചു നോക്കുന്നുണ്ടോ? നമുക്ക് നല്ലൊരു അനുഭവമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ എന്താണ്, തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യും. ഇത് ഹോസ്പിറ്റലില് നല്ല സേവനമാണ് കേട്ടോ അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്തോറും അവരുടെ പേഷ്യൻസ് കൂടുതൽ വിസിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല, അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. മിസ്റ്റേക്ക് ഉണ്ട് അവിടെ കേട്ടോ. ടെക്സ്റ്റിൽ എങ്ങനെയാ സ്പെല്ലിംഗ് കിടക്കുന്നത്? GRA എന്നാണോ? ടെക്സ്റ്റില് GRA എന്നാണോ? ഓക്കെ, അത് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. സ്പെല്ലിംഗ് തിരുത്തി വെച്ചേക്കൂ. GRA അങ്ങോട്ട് വേണ്ട, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, വായിച്ചപ്പോ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണു. സാറ്റിസ്ഫാക്ഷൻ നോക്കാം കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ നോക്കാം.
എല്ലാ പോയിന്റ്സും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ബൈഹാർട്ട് ചെയ്യണ്ട, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്ന് ഔട്ട്കംസിന്റെ അവിടെ ഒരു സ്റ്റാർ മാർക്ക് ചെയ്തേക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? വായിച്ചു നോക്കി എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തൊരു സെക്ഷൻ ആണ്, വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. To encourage a sterile environment in a patient rooms and avoid spread of hospital acquired infection. അതായത് രോഗികളുടെ മുറികളിൽ അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസും അങ്ങനെയുള്ളൊരു എന്താ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹൗസ് കീപ്പർമാരെ ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുന്നത്. അപ്പോ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ക്വസ്റ്റിനെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഏരിയകളിലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങള്. അപ്പൊ അവര് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ടിക്ക് മാർക്ക് ചെയ്യും അല്ലേ. അപ്പൊ ഓരോ ഏരിയകളും റൂംസ്, വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ എന്താണ് ലേബർ റൂം, ICU, വെന്റിലേറ്റർ, അങ്ങനെ ഓരോ സെപ്പറേറ്റഡ് ഏരിയയിൽ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the checklist has been formed to make it easier for hospitals to follow hospital housekeeping standard operating procedure. അവരുടെ നെയിമും ക്ലീൻ ചെയ്യേണ്ട ഏരിയയും ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ ഏരിയയാണ്, ഇപ്പൊ വാർഡാണോ ഏത് ഏരിയയാണോ ആ ഏരിയയും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാകും. സോ അവർക്ക് കൃത്യമായിട്ട് എവിടേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാത്തതൊക്കെ മനസ്സിലായി കാണും. ഓക്കെ, സോ the checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൂ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇങ്ങനെയുള്ള ഒരു ഫോമിലാണ് നമുക്ക് തരുന്നത്. such as high touch surfaces, room zoning and cleaning parts with safely culture hospital housekeepers can easily. അപ്പോ ഇതുപോലെ ഹൈ ടച്ച് സർഫേസസുകളും അതുപോലെ തന്നെ റൂം സോണിങ്സും ഇതെല്ലാം കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ടാകും. സോ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഏരിയകളിലാണ് ക്ലീൻ ചെയ്യുന്നത് ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ഓരോ ഏരിയകളും ക്ലീൻ ചെയ്തതിനു ശേഷം ചെക്ക് ലിസ്റ്റിൽ മാർക്ക് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പറയുന്നത് ഓരോന്നിന്റെയും ക്ലീനിങ് സെക്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് പറയുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. പേഷ്യന്റ് റൂംസിലുള്ള ചെക്ക് ലിസ്റ്റിൽ ഇതൊക്കെയാണ് രേഖപ്പെടുത്തുന്നത്. പേഷ്യന്റ് റൂംസ്, അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ് എങ്ങനെയാണ്, റൂം ക്ലീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. ഒരു പേഷ്യന്റിന്റെ റൂംസ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസബിൾ ഗ്ലൗസസ് അല്ലേ, കൈകളെ അണുവിമുക്തമാക്കുക, ഡിസ്പോസബിൾ ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യുവാൻ. Leave cleaning card in hall. Set up a safety sign outside the door. അല്ലേ, അതായത് ഒരു ക്ലീനിങ് കാർഡ് ഹാളിൽ നടത്തി വെക്കുക. അതായത് നമ്മള് എന്താണ് നമ്മളെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ് കാർഡ് കൊണ്ടുവന്ന് വെക്കുക. ദെൻ ഒരു സേഫ്റ്റി സൈൻ പുറത്ത് ഡോറിന് പുറത്തായിട്ട് ക്ലീനിങ് സെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ കൊടുക്കാതെ മീൻസ് അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിലുള്ള സൈൻ ബോർഡുകൾ കൊണ്ട് വെക്കുക. Then instantly straighten room, bucket and light trash cans. എന്താണ് പറയുന്നത്, ഇൻസ്റ്റന്റ്ലി
സ്ട്രെയിറ്റൻ റൂമൊക്കെ നേരെയാക്കാന്ന് മീൻസ് അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടും എല്ലാം മെഷീനൊക്കെ വിരിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ നേരെയാക്കുക. ഫ്ലാഷ് ക്യാൻസ് അതുപോലെ തന്നെ ചവിട്ടുകുട്ടികളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വെക്കറ്റ് ചെയ്തത് നേരെയാക്കുക. ഒരു ലൈഫ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്നു കിടക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ വെക്കറ്റ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ തന്നെ ശരിയാക്കി വെക്കുക. Then clean and sanitize high touch areas. High touch area ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഹൈ ടച്ച് ഏരിയ എന്ന് പറഞ്ഞാല് ഇപ്പോ ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ടേബിള് നമ്മള് ഇപ്പൊ ഫുഡ് കഴിക്കാനൊക്കെ മറ്റും ഉപയോഗിക്കുന്ന ടേബിള് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഡസ്റ്റ് എയർ വെന്റ്സ് വെന്റിലേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെന്റിലേഷൻ ആണ്, എയർ വെന്റിലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ലൈറ്റ്സ് അതുപോലെ ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോസിൽസ് അതായത് ജനൽ പടികളൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ടെലിവിഷനോ അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ്സൈഡ് കമ്മോഡ്. ബെഡ്സൈഡ് കമ്മോഡ് എന്ന് വെച്ചാൽ എന്താണ്? ബെഡ്സൈഡ് കമ്മോഡ് കേട്ടിട്ടുണ്ടോ? എന്താ കമ്മോഡ്? നിങ്ങൾക്ക് അറിയാൻ പറ്റും, പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും തോന്നുന്നത്. അതായത് നമ്മള് ഇപ്പൊ കിടപ്പായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ യൂറിനും മറ്റും പാസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് നമ്മള് വീട്ടിലൊക്കെ കിടപ്പായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ സ്റ്റൂളൊക്കെ വെക്കും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മീൻസ് അവർക്ക് ഈ മലവിസർജനത്തിനൊക്കെ ആയിട്ട് പാത്രങ്ങളോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും വെക്കും. കിടപ്പായിട്ടുള്ളവർക്ക് ടോയ്ലറ്റ്സിലോട്ട് തനിയെ എണീറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനായിട്ടുള്ള നമ്മൾ സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോ അങ്ങനെയുള്ളതാണ് ഈ കമ്പോളം ഉദ്ദേശിക്കുന്നത്. സോ അത് വൃത്തിയാക്കുക, സാനിറ്റൈസ് ഒക്കെ ചെയ്യുക. Then wipe down countertops, check furnitures, disinfect door handles. ഡോറിന്റെ ഹാൻഡിൽസ് ഒക്കെ നമ്മൾ എപ്പോഴും പലരും പിടിക്കുകയാണല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്യുക. ഫർണിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കസേര അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. Then wipe down countertops, അതായത് കൗണ്ടർ ടോപ്പുകളൊക്കെ തുടക്കുക. അതായത് മുകൾ ഭാഗത്തും എല്ലാ ടോപ്പുകളും ഉപ്പും മൂലയൊക്കെ ചേർത്ത് കൃത്യമായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലീനിങ് പേഷ്യന്റ് റൂം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം ചെയ്യാറുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ടൈമിലൊക്കെ അവർ ക്ലീൻ ചെയ്യാറില്ലേ? വന്ന് ടോയ്ലറ്റ്സ് ഒക്കെ കഴുകും, അതുപോലെ തന്നെ എല്ലാ ജനലും വാതിലൊക്കെ തുടച്ച് മീൻസ് പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീറ്റ് ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ? ഇത് വായിച്ചു നോക്കാം കേട്ടോ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് ആ പാരഗ്രാഫ് തുടങ്ങി ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ് വരെ വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. പേഷ്യൻസിന്റെ ബാത്റൂം ക്ലീനിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന്. empty and sanitize trash can meter, replace linens, covers. തുണിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യുക. then trash means ചവിട്ടുകുട്ടയൊക്കെ empty ആക്കിയിട്ട് അണുമുക്തമാക്കുകയും ചെയ്യണം. സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, നമ്മൾ ടച്ച് ചെയ്ത എല്ലാ പോയിന്റ്സുകളും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ലൈറ്റ് സ്വിച്ചസ്, സ്വിച്ചസ് ആണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സ്വിച്ചസ് ആണ്. SWA അല്ല I എന്നാക്കാം, അവിടെ A വെട്ടിക്കൊണ്ട് I എന്നാക്കാം കേട്ടോ. ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ്. ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റെപ്പിലേക്കുള്ള കൈവഴി പോലെയില്ല, നമ്മൾ പിടിക്കുന്ന ഏരിയകൾ ഉണ്ടല്ലോ ഹാൻഡ് റെയിൽസ്. ഇപ്പൊ കട്ടിലുമ്പോൾ തന്നെ ബെഡ് റെയിൽസ് ഒക്കെ ഉണ്ടാകില്ലേ, അതുപോലെ നമ്മൾ പിടിക്കുന്ന ടച്ച് ചെയ്യുന്ന ഒരു ഏരിയകൾ. Then clean and sanitize showers, tub and sinks. ബാത്റൂമിനുള്ളിലുള്ള ഷവർ അവിടെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ടബ്, വാഷ് ടബ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യുക. Then clean and sanitize toilet bowl, sink, tank and flush handles. ഫ്ലഷ് ചെയ്യുന്ന ആ ഒരു ഹാൻഡില്, അതുപോലെ തന്നെ ടാങ്ക്, ടോയ്ലറ്റ് ബൗള്, സീറ്റ് മീൻസ് ഇരിക്കാനായിട്ടുള്ള സ്പേസ്. ചിലപ്പോ ഇരുന്ന് കുളിക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാകും. അതെല്ലാം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ ബാത്റൂം ക്ലീനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി. ഇത് നമുക്കത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നോർമലി നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിക്കാം കേട്ടോ. ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. സ്വിച്ച് ആണ്, സ്വിച്ച്. സ്പെല്ലിങ്ങോടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. SWI എന്നാണ് കേട്ടോ, സ്വിച്ച് ആണ്. ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം കേട്ടോ. സ്വിച്ച് എന്നാണ് അവിടെ. വായിച്ചു എല്ലാവരും? വീണ്ടും ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ഓക്കെയാണോ? ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ത്രോട്ട് പ്രോബ്ലം, അധികം സ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കിടക്കിടക്ക് ക്ലിയർ ആണോ, സൗണ്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തത്രയും ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, റെസ്പോൺസ് ചെയ്യാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ക്ലിയർ ആണോ, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. ഇനി എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഡിസ്റ്റർബായിട്ട് തോന്നിക്കാണും. എങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പറഞ്ഞുതരാനായിട്ട് തയ്യാറാണ്. ഇത് നന്നായിട്ട് വായിക്കാം കേട്ടോ. എടുത്ത അത്രയും നല്ല പോലെ വായിക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം വരുന്നത്. നന്നായിട്ട് എഫോർട്ട് എടുത്ത് തന്നെ വായിക്കാം. ഓക്കെ, വായിക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കൃത്യമായിട്ടും എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ക്ലാസ്സിൽ ഇറക്കി ചോദിച്ച് ക്ലിയർ ആക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.